ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്ക്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയത്, നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ 2 മിനിറ്റിനകത്ത് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എന്നാൽ ശരി, വേഗം വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അത്ര പഴുത്തിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണല്ലോ നേന്ത്രപ്പഴം. അത് വെച്ചിട്ട് ഞാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അത് പൊട്ടിച്ചിട്ട് നമുക്കിതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 3 ടേബിൾ സ്പൂണ്, അതായത് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് നെയ്യ് അത് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരികളില്ലാതെ നല്ല നൈസായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി നോക്കണം. ഇപ്പം നല്ല കട്ടിയിലാണ് ഉള്ളത്. ഇതിലോട്ട് ഞാൻ നേരത്തെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു 1/4 കപ്പിൽ കുറച്ച് താഴെ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. ഈ അളവിൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പം പാനൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കണം. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ കയ്യിൽ വീതം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ലൈറ്റായിട്ട് മാത്രം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി, ഇതിൽ കാണുന്നത് പോലെ. ഇനി നമുക്ക് ഇതിനൊന്ന് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. മൂടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി മാത്രം എടുത്താൽ മതി. ഇത് ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ് തീയിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പഴം ചേർത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് അടിവശം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്തായാലും നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്, അധികം ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാർ.